ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം കട്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു ബ്ലൗസില്ലേ, അത് സ്റ്റിച്ച് ചെയ്യാനാണ് പോണത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഏതെങ്കിലും ഒരു ഭാഗം എടുക്കുക. ഇപ്പം ഞാൻ എടുക്കുന്നത് ബാക്ക് പീസാണ് കേട്ടോ. അപ്പോൾ ബാക്ക് പീസിന് ഈ ലൈനിങ് ജോയിൻ ചെയ്യണം. ഇത് ഇതിലേക്കും ഓരോ പീസായിട്ടേ ഇതുപോലെ വെക്കുക. അപ്പോൾ ഇത് അടയാളപ്പെടുത്തിയ വശം ഇങ്ങോട്ടേക്ക് വെച്ചു. അത് ടക്ക് പോയിന്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ ഇങ്ങനെ വെച്ചു. അപ്പോൾ അതിൻ്റെ മുകളിൽ വരുന്ന പോർഷൻ ഏതാണോ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇത് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ വെച്ച് ഇത് തമ്മിലൊപ്പം വെച്ച് നേരെ ഇങ്ങനെ എല്ലാ വശവും ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെയാണ് വെച്ചിരുന്നത്. അപ്പോൾ ഞാനത് ജോയിൻ ചെയ്യാനുള്ള പീസ് ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് വീതി കൂടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ജോയിൻ ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക്, ഇതിൻ്റെ സെൻറ്റർ ഇതായിരുന്നല്ലോ, അപ്പോൾ നമ്മൾ ലൈനിങ് പീസില്ലേ, ലൈനിങ് പീസ് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ചിട്ട് കറക്റ്റ് വെക്കുക. ഇത് സെൻറ്റർ. എന്നിട്ട് ഇത് ഈ അറ്റത്തേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഇതുപോലെ അടിക്കുക, നേരെ അടിക്കണം. എന്നിട്ട് ഇതിങ്ങനെ മറിച്ചിട്ടിട്ട് ഇതിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കണം. ബാക്കി നമ്മൾ ചെയ്യുന്ന പോലെ മറിച്ച് കട്ട് ചെയ്ത് കളയാം. ഇത് അപ്പം നമ്മളിത് എല്ലാ പീസിൻ്റെയും ലൈനിങ്ങും മെയിൻ ക്ലോത്തുമായിട്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്ക് പീസ് ഇത്, അത് ഫ്രണ്ട് പീസ്, പിന്നെ ഫ്രണ്ടിലെ യോക്കിന് ഭാഗം, ഇതൊക്കെ ലൈനിങ് അറ്റാച്ച് ചെയ്തെടുത്തു. ഇപ്പോൾ സ്ലീവും നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തു. അപ്പോൾ ഇനി സ്ലീവ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ സ്ലീവ് ഇതുപോലെ നിവർത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മറ്റേ സ്ലീവ് ഇതുപോലെ നിവർത്തി വയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ തമ്മിൽ ഒപ്പം വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഇതാണല്ലോ സെൻറ്റർ ഭാഗം, അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ഇവിടെ മുതൽ ഒന്ന് കുഴിച്ചു കൊടുക്കണം. ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ ഒന്ന് കുഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് അടയാളപ്പെടുത്തി വെക്കുക, ഫ്രണ്ട് കൈക്കുഴി. അപ്പോൾ ഇത് തെന്നി പോകാതിരിക്കാൻ ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കണേ. നമുക്ക് ഫ്രണ്ട് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ഇത് ഇതുപോലെ വെക്കുക. അതിനുശേഷം ഈ ഭാഗത്ത് വരുന്നത് ഏതാണെന്ന് ഇതിൽ നിന്നും ഇങ്ങനെ വെച്ച് നോക്കണം. കണ്ട, അപ്പോൾ ഇതും അല്ലേ, ഇതിങ്ങനെ. അപ്പോൾ അതിൽ ഒരു വശം എടുക്കുക. എന്നിട്ട് ഇത് ഇവിടെ മുതൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ എത്തിക്കണം. ഇത് കറക്റ്റായിട്ട് വരണം കേട്ടോ. ഇങ്ങനെ പതുക്കെ പതുക്കെ സ്റ്റിച്ച് ചെയ്യണം. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇവിടെ കറക്റ്റ് വരണം. ഇതുപോലെ വീണ്ടും സ്റ്റിച്ച് ചെയ്യണം. കണ്ടോ, ഇതുപോലെ ഈ ഭാഗത്തും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ക്രോസ് പീസ് വേണം, അതായത് നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ക്രോസ് പീസ് അറിയാലോ, ചെരിച്ചിട്ട് കട്ട് ചെയ്യുക. ഞാൻ എല്ലാ വീഡിയോസിലും കാണിക്കാറുണ്ട്. ഇതുപോലെ വെച്ച് നേരെ സ്റ്റിച്ച് ചെയ്യും. ഇനി ഇത് ഉള്ളിലേക്ക് ഇതുപോലെ വെച്ചിട്ട് ഒരു പൈപ്പിംഗ് പോലെ ഇല്ലേ, ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക, അല്പം വീതിയിൽ. എന്നാലും നമുക്ക് ഹെം ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് ഈ സൈഡിലൂടെ ഈ സ്റ്റിച്ചില്ലേ, ഈ സ്റ്റിച്ചിൻ്റെ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ളത് ഇതുപോലെ ഒന്നത് കട്ട് ചെയ്ത് കളയാം. ഇനി ഇതിൻ്റെ താഴെ ഒരു പട്ട വയ്ക്കണം.
ഇനി നമുക്ക് ഇതുപോലൊരു പീസ് എടുത്തിട്ട് ഈ അറ്റം മുതൽ ഈ അറ്റം വരെ അടിച്ചു കൊടുക്കാം. അത് ഞാൻ ഇത്തിരി കനത്തിലാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് അടിച്ചു മറിക്കാനുള്ള താഴെ ഇത്തിരി കനം കിട്ടാനായിട്ടാണ്. അപ്പം ഇത് 1.25 1.25 ഉണ്ട്. അപ്പോൾ 1.5 ഇഞ്ച് എടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം ഇതിങ്ങനെ വെച്ചിട്ട് ഇതിന് മുകളിലൂടെ ഈ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്യണം. അപ്പം നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് പീസ് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ വെച്ചിട്ട് ഹെം ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഹെം ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിനും കൂടി ഭംഗി കൂടും. കണ്ടോ, ഇതൊരു വലിയ സൈസ് ബ്ലൗസ് ആണല്ലോ, അപ്പോൾ നല്ല വലിപ്പമുണ്ട് ഇതിന്. ഫ്രണ്ട് പീസ് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പീസ് എടുക്കാം. ബാക്ക് പീസ് നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് നമുക്കൊരു പീസ് എടുക്കുക. എന്നിട്ട് കഴിയും. അപ്പം ഞാൻ ആ പീസിൽ ഇതുപോലെ ഇവിടെ നിന്ന് ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ വെച്ചു. എന്നിട്ട് അത് തന്നെ ഇങ്ങോട്ടേക്ക് മുകളിലേക്കും വെച്ച് കണ്ടോ. അപ്പോൾ നമ്മുടെ നെക്ക് പോർഷൻ ഉള്ളിലേക്ക് മറിച്ചിടാനായിട്ടാണ്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഇങ്ങനെ അരികടിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ബാക്കിൽ അത് കഴുത്ത് നെക്കടിക്കുന്നതിന് മുമ്പ് നമുക്കിതുപോലെ വള്ളി റെഡിയാക്കി എടുക്കാനുണ്ട്. ഞാനത് മറന്നുപോയി. അപ്പോൾ ആദ്യം ഞാൻ ക്രോസ് പീസ് എടുത്തിട്ട് മറിച്ച് വെച്ചിട്ട് ഡബിളായിട്ട് സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് ഇതുപോലെ ഈർക്കിലി വെച്ചിട്ടാണ് ഞാൻ ചെയ്യാറ്. ഉണ്ടോ, ഇതുപോലെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തു. കണ്ടോ, അപ്പോൾ നമ്മൾ 2 വള്ളി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഭാഗം ഇതുപോലെ അടിച്ച് കുറച്ചിങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഈ വള്ളിയുടെ ഒരു ഭാഗം അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഉണ്ടോ, എവിടെയാണോ വെക്കേണ്ടത് അതുപോലെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ സ്റ്റിച്ച് വരുമ്പോൾ ഒന്ന് കെട്ടിട്ട് കൊടുക്കണേ. ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്യാം. ഇതിന് ഉള്ളിലേക്ക് വെച്ച് ഹെം ചെയ്തെടുക്കണം. ഇതുപോലെ നമുക്ക് മറ്റേ പീസും ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനെ ടക്കിട്ട് കൊടുക്കാനുണ്ട്. 2 പീസിനും ഇതുപോലെ നമ്മൾ വരച്ച് വെച്ചിരുന്നില്ലേ, അത് ഇതുപോലെ എടുത്തിട്ട് 1/2 ഇഞ്ച് വിട്ട് അല്ലെങ്കിൽ 1/4 ഇഞ്ച് വിട്ടാണെങ്കിലും ഇവിടെ വരെ നമ്മൾ 3/4 ഇഞ്ചാണല്ലോ അതിനു വേണ്ടി മാറ്റിയിരുന്നത്, അതങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇനി ഇതിൽ നമുക്ക് ഇതുപോലെ ഒരു പീസ് എടുക്കുക. എന്നിട്ട് താഴെ ഇനി നമ്മൾ ഫ്രണ്ട് പീസിന് വെച്ച് കൊടുത്തില്ലേ ഇത്തിരി കനത്തിൽ, അതുപോലെ ഇതങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക. 2 വശത്തേക്കും എടുക്കണം. എന്നിട്ട് ഇതിനെ ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ വെച്ച് ഇതിൻ്റെ അടിയിൽ സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലൂടെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്യാം. ഇത് രണ്ടും ഇങ്ങനെ ഞാൻ പതിച്ചടിക്കാറുണ്ട്.
ഇനി നമുക്കിതിന് ഹുക്ക് വെക്കണം, അതിന് പടി ഉണ്ടാക്കണം. അപ്പോൾ അതിന് തുണി എടുക്കുക. ഈ ഒരു പീസ് റൈറ്റ് പീസിന് ഉള്ളിലേക്ക് മടക്കി അടിക്കണം, ഹുക്ക് തുന്നാനുള്ളത്. അപ്പോൾ അതിന് ഞാൻ ഇതുപോലെ ഉണ്ടോ ഇപ്പം ഇങ്ങനെ ഇതിപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇപ്പുറത്തേക്ക് മറിച്ചിട്ട് ഇതുപോലെ ചെയ്ത് ഇങ്ങനെ വെക്കണം. അപ്പം അതിൻ്റെ ഇതിങ്ങോട്ടേക്ക് മടക്കണം. ഇങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഇതുമേ കൂടി തന്നെ ഹുക്കുകൾ വെച്ച് കൊടുക്കാനുള്ളതാണ്, അതുകൊണ്ട് ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തത്. ഇനി ഞാൻ അതിനുശേഷം നമുക്ക് ഇതുമ്മ അടുത്ത പീസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഹുക്ക് ഇടാനുള്ളതാണ്. അപ്പം അതിന് ഇത് ഹുക്ക് ഹോളിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പം അതിന് എന്താണ് ചെയ്യേണ്ടത്, അപ്പം നമ്മൾ ഹുക്ക് വെക്കാനുള്ളതിന് ഇതിൻ്റെ ഫ്രണ്ട് വശത്തു നിന്നും ഉള്ളിലേക്ക് ഇങ്ങോട്ടേക്കാണ് മടക്കേണ്ടത്. ഇനി ഹുക്ക് ഇടാനുള്ളതിന് ഉള്ളുവശത്തു നിന്നും പുറത്തേക്ക് എടുക്കണം. അപ്പം ഞാൻ ഇതുപോലെ പിടിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലൊരു പീസ് എടുക്കുക. അതായത് ഇതിന് നല്ല പീസ് വേണം, ഈ സെയിം പീസ് എടുക്കണം. എന്നിട്ട് ഞാൻ അതിന് ലൈനിങ് വെച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് ഇത്തിരി കയറ്റി വെച്ചിട്ട് ഇതുപോലെ ചെയ്യണം കേട്ടോ. അപ്പം ഇത് ഒന്ന് അപ്പുറത്തേക്ക് മറിച്ചാലും മതി, ഇങ്ങനെ പൊതിഞ്ഞ് വെക്കുക. എന്നിട്ട് ഇതിപ്പുറത്തേക്കും താത്തി വെക്കുക. കണ്ട, ശേഷം ഇങ്ങോട്ടേക്ക് മറിക്കുക. ഇത്രയും വീതി വേണമെന്നില്ല, ഒരു 3 ഇഞ്ചൊക്കെ മതി. ഇതിപ്പോൾ എനിക്കൊരു പീസ് ഇങ്ങോട്ട് കിട്ടിയപ്പോൾ അതങ്ങോട്ട് ചെയ്തെന്നുള്ളൂ. ഞാൻ എല്ലാം ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് കളയലാണ് പതിവ്. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ ഇത് ഒന്ന് ഉള്ളിലേക്ക് മടക്കി എന്നിട്ട് ഇങ്ങോട്ടേക്ക് കണ്ടോ, നല്ല ഫിനിഷിങ്ങിൽ കിട്ടും, നല്ല ബലത്തിലും ഇരിക്കും ഇങ്ങനെ ചെയ്താൽ. എന്നിട്ട് ഇവിടെ ഓരോ ഹോൾ ഇട്ട് കൊടുക്കുക. ഇവിടെ ഒരെണ്ണം വേണം, ഈ അറ്റത്ത് ഒരെണ്ണം വേണം, പിന്നെ ഇതിൻ്റെ സെൻറ്ററിൽ ഒരെണ്ണം വേണം, പിന്നെ ഇതിൻ്റെ സെൻറ്ററിലും ഇതിൻ്റെ സെൻറ്ററിലും. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അടിഭാഗത്ത് നിന്നും നമ്മൾ ആ വരച്ചതിൻ്റെ സൈഡ് എത്തുമ്പോൾ ഇങ്ങോട്ടേക്ക് വി പോലെ ഇങ്ങനെ ചെയ്യണം. ഇത്രയും വരെ നീട്ടണമെന്നില്ല, എന്നാലും ഇതുപോലെയാണ് ചെയ്യേണ്ടത്. കണ്ട, തുടങ്ങുമ്പോൾ ഒരു കെട്ടിട്ട് കൊടുക്കുക, ഇവിടെ വരിക, ഇവിടെ വരുമ്പോൾ ഒരു കെട്ടിട്ട് കൊടുക്കണം, അതുപോലെ ഇവിടെ കെട്ടിടണം, ഇവിടെ കെട്ടിടണം, അല്ലെങ്കിൽ ഇതിങ്ങനെ പൊളിഞ്ഞു പോകും. ഹുക്ക് ഇടാനുള്ള ഹോള് റെഡി ആയിട്ടുണ്ട്, അതുപോലെ ഹുക്ക് റെഡിയാക്കിയിട്ടുണ്ട്. കണ്ട, ഇത് തുന്നാതെ തന്നെ അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തതാണ്. ഇനി ഇതുപോലെ വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് സാധാരണ ചെയ്യും പോലെ ഇത് ഹെം ചെയ്യാനുള്ളതല്ലേ, അപ്പം ഹെം ചെയ്യാനുള്ളത് ഉള്ളിലോട്ട് മടക്കി വെക്കുക. എന്നിട്ട് ഇതും ഹെം ചെയ്യാനുള്ളതാണ്, അപ്പം മടക്കാനുണ്ട്. പക്ഷെ ഇത് വെച്ചതിന് ശേഷം ഇങ്ങോട്ടേക്ക് മടക്കുക. കണ്ടോ, എന്നിട്ട് ഇതിലൂടെ സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്തത് ഇതുപോലെയാണ്. ഇനി ഇതിങ്ങനെ പതുക്കെ വലിച്ചെടുക്കുക. കണ്ടോ, ഇതുപോലെ കിട്ടി. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ ഇതുപോലെ വയ്ക്കുക. എന്നിട്ട് ഇതാണല്ലോ ബാക്ക് ഇതും ഫ്രണ്ട് ഇതുമാണ്. അപ്പോൾ ഈ നോട്ട് ഇവിടെയാണ് വരേണ്ടത്. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കുക. സെൻറ്റർ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് താഴേക്ക് സ്റ്റിച്ച് ചെയ്യാം. അതുപോലെ അങ്ങോട്ടേക്ക്. അപ്പം നമ്മൾ ഇതിൻ്റെ സ്ലീവ് ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജോയിൻ ചെയ്യാം. സൈഡ് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് താഴത്തെ മണ്ണ് അറിയണം. 40 ഇഞ്ചായിരുന്നു. അപ്പോൾ നമ്മൾ അന്ന് വരച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് കറക്റ്റ് 40 ഇഞ്ച് ഇവിടെ. അപ്പോൾ ഇവിടെയാണ് നമുക്ക്
വരേണ്ടത്, സ്റ്റിച്ച് ചെയ്ത് വരേണ്ടത്. അതുപോലെ എല്ലാ പീസിലും അതുപോലെ തന്നെ ചെയ്തു കൊടുക്കണം. ഇതുപോലെ വെച്ച് ഫ്രണ്ട് പീസ് ഇതുപോലെ ഒപ്പം മടക്കുക. ഫ്രണ്ട് പീസ് ഇതുപോലെ ഒപ്പം വെച്ചതിന് ശേഷം നമുക്ക് 40 ഇഞ്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 40 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് സ്ലീവ് രണ്ടും ഒപ്പം വയ്ക്കുക. ഈ വശത്ത് ഒരു വശത്തുള്ള സ്ലീവ് ഒപ്പം വയ്ക്കുക. കണ്ടോ, സ്ലീവിൻ്റെ വണ്ണം 14 ഇഞ്ചാണ്. 14.25 ഇടുക. നല്ല വണ്ണമുള്ള ഒരാളാണ്, അപ്പോൾ 7.25 ഞാൻ കൊടുത്തത്. 14.5 കിട്ടും. ഇനി വേണമെന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരു 1/2 ഇഞ്ച് ഇപ്പുറത്തേക്ക് ഇട്ടാലും മതി. എന്നിട്ട് ഇതുപോലെ കെട്ടിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഇവിടെ വരച്ചില്ലേ, ഇവിടെയാണ് നമ്മുടെ കൈക്കുഴി വരിക. ആ വരച്ചതിൽ കൂടെ വരിക. എന്നിട്ട് ഇവിടെ ഒപ്പം വയ്ക്കുക. ഇത് തമ്മിൽ ബാക്ക് പീസില്ലേ, അതും ഇതും ഒപ്പം വെച്ചതിന് ശേഷം ഇതിലൂടെ സ്റ്റിച്ച് ചെയ്ത് വരിക. ഇതിലൂടെ സ്റ്റിച്ച് ചെയ്ത് വരിക. കൈക്കുഴി 19 ഇഞ്ചാണ്. 9.5 കണ്ട, 19 ഇഞ്ചിൽ കൈക്കുഴി കിട്ടി. അതുപോലെ വണ്ണം 16 ഇഞ്ച് കിട്ടും. കണ്ട, കറക്റ്റ് 16 ഇഞ്ചിൽ വണ്ണം കിട്ടി. അപ്പം ഇത് കറക്റ്റാണ്. ഇതുപോലെ ഒരു 2-3 സ്റ്റിച്ച് കൂടി ഇതിൽ സ്റ്റിച്ച് ചെയ്തോളാം. ഈ വശവും നമുക്ക് അതുപോലെ സ്റ്റിച്ച് ചെയ്യാം. ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഉണ്ട്, കണ്ടോ നെക്ക്. ഇത് അയൺ ചെയ്തിട്ടില്ല. ഇനി ബാക്ക് പോർഷൻ. അപ്പം ഇതിന് വള്ളി വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അത് വള്ളി വെച്ചു. പിന്നെ ഞാൻ ആ ഹുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ വീഡിയോ ഞാൻ വേറെ ചെയ്തേക്കാട്ടോ. പിന്നെ ഇതിൻ്റെ സാരി ഇതാണ് ഇതിൻ്റെ സാരി. ഇതിൽ നിന്ന് മുറിച്ചെടുത്തതാണ്. അതുപോലെ തന്നെ ഇവരുടെ ആകെ 4 സാരിയും ബ്ലൗസും ആണ് സ്റ്റിച്ച് ചെയ്യാൻ തന്നിരുന്നത്. അപ്പോൾ അതിലൊരെണ്ണം ഇതായിരുന്നു. പിന്നെ ഒരെണ്ണം ഇതാണ്. അപ്പോൾ ഈ സാരിയുടെ ബ്ലൗസ് ഇതേ അളവ് തന്നെയാണ്. പക്ഷേ പഫ് സ്ലീവ് ഞാൻ പട്ട വെച്ച് ഒരെണ്ണമെങ്കിലും കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതിൽ ഇത്തിരി തുണി അധികം തോന്നിച്ചു. അപ്പോൾ അതാണ് നമ്മൾ ചെയ്തെടുത്തത്. അപ്പോൾ അത് നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ ഇന്നലെ വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞോ എന്നറിയാനായിട്ട്. അപ്പം ഞാൻ ഇടിച്ചൊക്കെ നോക്കിയായിരുന്നു, കറക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെയും പട്ട കണ്ടോ, നമുക്ക് തുന്നാൻ ഉള്ള ടൈം വെറുതെ വേസ്റ്റ് ചെയ്യണ്ട. അതിനേക്കാളും ഒരു പകുതി സമയം മതി ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ നെക്കൊക്കെ നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൈ അവരിട്ടപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. ഇതിനും വള്ളി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു സെറ്റ്. ഇനി വേറൊരു കളറ് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ സാരി ഇതാണ്. ഈ സാരിയുടെയാണ് ഇത്. പക്ഷേ ഇതിന് ബാക്കിലേക്ക് നമുക്ക് ഓൾറെഡി ഈ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും ഇതൊരു ചെറിയ ബ്ലൗസിൻ്റെ പാറ്റേൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവർക്ക് വലുത് വേണമല്ലോ. അപ്പോൾ ഞാനത് ഫ്രണ്ടിലേക്ക് എടുക്കുകയാണ് ചെയ്തേ. എന്നിട്ട് ഫ്രണ്ടിലേക്ക് കട്ട് ചെയ്ത്, അല്ലെങ്കിൽ ഇത് ബോറായി പോകും ബാക്കിൽ വെച്ച് കഴിയുമ്പോൾ, ഇത്തിരിയായിട്ട് ഇതാവും. അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഒരു ലൈസ് അരികത്ത് ഫിറ്റ് ചെയ്ത് കൊടുത്ത്. കണ്ടോ, ഇത് ഈ സാരിയുടെയാണ്. പിന്നെ ഒരു സാരി കൂടിയുണ്ട്, അതും ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പട്ട് സാരിയാണ് അത്. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തു. ബനാറസ് പോലത്തെ ഒരു ഐറ്റമാണ്. ഇതിനും ഹുക്ക് അതുപോലെ തന്നെ ചെയ്തെടുത്തു. പിന്നെ ബാക്കിൽ ടക്ക് കൊടുത്ത് സ്ക്വയർ നെക്കാണ്. പിന്നെ ഫ്രണ്ട് ഇതുപോലെ പ്രിൻസസ് കട്ട് ചെയ്യാനൊക്കെ എളുപ്പമാണ്. പക്ഷേ ഇത് ഒത്തിരി ടൈം എടുത്ത് എനിക്ക്. എന്താണെന്ന് വെച്ചാൽ ഇത് ഇത്തിരി വലിയ ബ്ലൗസാണല്ലോ. പിന്നെ നമുക്ക് ഇത്തിരി തുണിയല്ലേ ഉണ്ടാവുള്ളൂ വിത്ത് ബ്ലൗസിൻ്റെ. അപ്പോൾ അതിൽ നിന്നും ചെയ്തെടുക്കാൻ ഇച്ചിരി ഇതായെങ്കിലും നല്ല ഭംഗിയിൽ തന്നെ ചെയ്ത് കിട്ടി. പിന്നെ ഇതിൻ്റെ
നമ്മൾ വള്ളി റെഡിയാക്കിയപ്പോൾ ഇത്തിരി ഭയങ്കര നമ്മൾ ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോൾ ഒരു വലുതുപോലെ വീർത്ത് നിൽക്കണം. അപ്പോൾ ഞാൻ ദാ ഇതുപോലെ ചെയ്തു, പിരിച്ച് ചെയ്തെടുത്തു. കണ്ടോ? അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.